നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് മലയാളം സിനിമയിൽ. ഒരു സിനിമ 100 കോടിക്ക് വിറ്റുപോയി, 100 കോടി കളക്ഷൻ കിട്ടി എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ പ്രശസ്ത നിർമ്മാതാവും നടനുമായിട്ടുള്ള സുരേഷ് കുമാർ പറയുന്നത് 100 കോടി ക്ലബ്ബ് വെറും പൊള്ള, താരങ്ങൾക്ക് മൂല്യം കൂട്ടാനുള്ള മാർഗം മാത്രം, നിർമ്മാതാവിന് കിട്ടുന്നത് 40 കോടി മാത്രം. നിർമ്മാതാവ് വെറും ക്യാഷ്യറായിട്ട് മാറി, താരങ്ങളുടെ നിർമ്മാണ കമ്പനികളും പൂട്ടുമെന്ന് നിർമ്മാതാവ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാക്കൾക്ക് അവരുദ്ദേശിക്കുന്ന പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. ഓരോ സിനിമാ താരങ്ങളും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവർക്ക് മാർക്കറ്റ് വാല്യൂ വന്നതിന് ശേഷം അവരവരുടേതായിട്ടുള്ള നിർമ്മാണ കമ്പനികൾ തുടങ്ങുകയാണ് പതിവ്. ഇത് മറ്റുള്ള നിർമ്മാതാക്കളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. കാരണം അത് അവരുടെ ചോറാണ്. ആ ചോറിൽ ഇവർ കൈയിട്ട് വാരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് സുരേഷ് കുമാർ ഇപ്രകാരമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും നാളുകൾ കൊണ്ട് ഒറ്റ സിനിമ പോലും 100 കോടിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പുലിമുരുകൻ സിനിമയെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞത് അതിൻ്റെ നിർമ്മാതാവിന് 27 കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ലാഭം. സിനിമയുടെ നിർമ്മാണം വന്നിട്ട് 30 കോടി രൂപയായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 100 കോടിയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ സിനിമയ്ക്കും ഈ പറഞ്ഞ പോലെ 100 കോടി കിട്ടാൻ സാധ്യതയില്ല. കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ല. കേരളത്തിൻ്റെ വെളിയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് താരങ്ങളെ കൊണ്ട് നിർമ്മാതാക്കൾ അങ്ങനെ പറയിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങളുടെ പ്രതിഫലം വളരുമല്ലോ. മലയാള സിനിമയെ ഒന്നും ഇന്ത്യയുടെ ഉള്ളിൽ ഉള്ള എല്ലാ ആളുകളും ഒരുപാട് കാണുന്ന ഒരു സിനിമയല്ല. അതിനുമാത്രം ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ മാത്രമുള്ള ഒരു സംസ്കാരം അത് ഇല്ല. മലയാളികൾക്ക് നമ്മുടെ സംസ്കാരം ഇഷ്ടപ്പെടും, നമ്മുടെ രീതിയാണ് നമ്മുടെ സിനിമയിൽ കാണിക്കുന്നത്. അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് ഓൾ ഇന്ത്യ ബേസിൽ അത് വിജയമായി തീരുക? അതെങ്ങനെയാണ് ലോകത്തിൽ വിജയമായി തീരുക? അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ മലയാളം സിനിമയിൽ ഒരുപാട് നുണയന്മാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 100 കോടി ക്ലബ്ബ് എന്നുള്ള ആ ആശയം തന്നെ ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ളതാണ് ഇതുമൂലം മനസ്സിലാവുന്നത്.